ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാൻ പറ്റും. മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയോട് കൊമ്പ് കോർക്കുന്ന ചന്ദ്രനെയാണ്. അപ്പം ചന്ദ്ര അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി നല്ല അടിപൊളി മറുപടിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, ചന്ദ്രയ്ക്ക് അങ്ങ് പെരുവരടീന്ന് തരിച്ചു കയറിയില്ലേ, നോക്കിക്കോടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ പേടിപ്പിച്ചിട്ട് അങ്ങ് ചന്ദ്ര പോയി കേട്ടോ. രേവതി എന്ത് ചെയ്യാനാണ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ രേവതിക്ക് വേറെ വഴിയില്ല. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പോയി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, ആറാട്ടൂഞ്ഞാല്, അതിൽ കയറി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. രവീന്ദ്രൻ മിണ്ടുന്നില്ലല്ലോ. ഈ ഒരു സമയത്ത് ശ്രുതിയും വന്നു. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ചന്ദ്ര വേറെ എന്തൊക്കെയോ ആലോചിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ നമുക്ക് പോകാം ശ്രുതി എന്ന് പറഞ്ഞു. അതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ. ഓ, കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി അതും ഇതുമൊക്കെ പറയും, കുറ്റപ്പെടുത്തും, പരിഹസിക്കും. അതൊക്കെ കേട്ടോണ്ടിരിക്കണോ? ഇപ്പൊ അവന്റെ കോർട്ടിലല്ലേ പന്ത് കിടക്കുന്നത്, എന്തിനാ വെറുതെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, ഇങ്ങ് ബാ ശ്രുതി നമുക്ക് പോകാമെന്ന് പറയാം. അല്ല ശ്രുതി, നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാലേ ദേ പൂരി മസാല കിട്ടത്തില്ല, ഇന്നത്തെ സ്പെഷ്യൽ. അതും രേവതിയുടെ പൂരി മസാലയ്ക്ക് നല്ല ടേസ്റ്റാ, നിനക്ക് വാസന കിട്ടുന്നില്ലേ, വാസന ഉണ്ടല്ലേ, മൂക്കടച്ച് പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വഴക്ക് പറയാം. അപ്പം നമ്മുടെ ശ്രുതി കേൾക്കുന്നില്ല. ശ്രുതി പറയുമോ, അതെ ഇന്നലെ രാത്രി നേരാവണ്ണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്കാണ് തലവേദനിക്കുന്നു, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഷോറൂമിൽ പോയിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് കഴിച്ചാലേ എനിക്ക് കുറച്ചൊരു ആശ്വാസമാകും. അത് പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പൊന്നു ശ്രുതി, എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത ക്യാഷ് ചെലവാക്കുന്നത്, വീട്ടു ചെലവിലുള്ളതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടേ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി, എന്തിനാ കഴിക്കാതിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ചന്ദ്ര കേട്ട് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി പറയുന്നത് ശരിയാ, മാസാമാസം നമ്മൾ ക്യാഷിനി അങ്ങോട്ട് കൊടുക്കണുണ്ടല്ലോ, അപ്പം വെറുതെ എന്തിനാ നമ്മൾ അവരെ പേടിച്ച് കഴിക്കാതെ പോകുന്നല്ലേ, എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചിട്ട് പോവാം അല്ലേ. അതാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ ഇരിക്കും. അപ്പം ചന്ദ്രയോട് പറഞ്ഞു, അതെ ബാ ആൻറ്റി നമുക്ക് പോയി കഴിക്കാം. ഏയ് എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആൻറ്റി, ഇന്നലെ രാത്രി നേരം വണ്ണോ ആൻറ്റി ഒന്നും കഴിച്ചില്ല, ഉറങ്ങിയിട്ടില്ല, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വിശക്കുന്നില്ലേ, വന്നേ, ഇങ്ങനെ ആരോട് വാശി കാണിക്കുന്ന, ഇങ്ങ് വന്നേ. അതെ എൻ്റെ ഈ അവസ്ഥയിൽ ഇവിടെ സന്തോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ, അവർ നന്നായിട്ട് കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യട്ടെ, മറ്റുള്ളവരുടെ കാര്യം വിട ആൻറ്റി, എന്തിനാ ആൻറ്റി ഇങ്ങനെ വിശന്ന് കിടന്നിട്ട് വല്ല അസുഖമൊക്കെ വരുത്തി വെച്ചാൽ ആരുണ്ട് ആൻറ്റീനെ നോക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് അമ്മയുടെ വീടല്ലേ, അമ്മ എന്തിനാ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നത്. അപ്പോൾ ശ്രുതി പറഞ്ഞു, ബാ ആൻറ്റി ഒന്ന് കഴിക്കാം ആൻറ്റി, പ്ലീസ് ആൻറ്റി എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തുകയാണ്. ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്കും ഈ പൂരി മസാലയുടെ മണം കിട്ടൂല്ലോ, ചന്ദ്രയുടെ മൂക്കിൽ വേറെ പഞ്ഞിയൊന്നും കുത്തിക്കയറ്റി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര പൂരി മസാലയുടെ മണം അടിച്ച് ഇവർ പറയുന്നത് കേട്ട്, ഇവർ നിർബന്ധിക്കുന്നത് കേട്ട് ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ ചെന്നിരുന്നു. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര വരുന്നത്. അവിടെ രവീന്ദ്രനുണ്ട്, സച്ചിയുണ്ട്, രേവതിയുണ്ട്. ചന്ദ്ര വന്ന് കഴിക്കാൻ തുടങ്ങിയതും നമ്മുടെ രവീന്ദ്രൻ ഇരിക്കാൻ തുടങ്ങിയതാ. രവീന്ദ്രൻ ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അച്ഛാ ഇരിക്കുക, അച്ഛനെന്താ ഇരിക്കാത്തത്, അച്ഛൻ കഴിക്കുന്നില്ലേ. ഏയ് എനിക്ക് വേണ്ട, എന്തിനാ ഇപ്പം, ഞാൻ പിന്നെ കഴിച്ചോളാന്ന്. അപ്പം അവിടെ ചന്ദ്ര ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ രവീന്ദ്രൻ പിന്നെ കഴിച്ചോളാന്നും പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയത്. ശ്രുതിക്ക് ഇത് വല്ലതും അറിയണോ, ശ്രുതി അവിടെ ഇരുന്ന് കഴിക്കാനും തുടങ്ങി കേട്ടോ. ശ്രുതി ആണെങ്കിൽ ഇത് കണ്ടോണ്ട് അവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം വന്നിട്ട്, വാവ് പൂരിയാണോ, ഗുഡ് മോർണിംഗ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഓ ഞാൻ ഓർത്ത് രേവതി ചേച്ചി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണത്തില്ലെന്ന്. അല്ല ആൻറ്റി വഴക്ക് പറഞ്ഞ് സ്വർണ്ണം മുഖത്തേക്ക് വഴക്ക് പറഞ്ഞിട്ടൊക്കെ വലിച്ചൊക്കെ എറിഞ്ഞ് ഇവിടെ വലിയ പ്രശ്നമായിരുന്നല്ലോ, അപ്പം ചേച്ചി ഒന്നും ഉണ്ടാക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുന്നതല്ലാതെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് എന്താണോ അന്താണോ കുന്താണോ എന്നൊന്നും നമ്മുടെ ശ്രുതിക്ക് അറിയണ്ട. ശ്രുതി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി ആര് വഴക്കുണ്ടാക്കിയാലും ഇങ്ങനെ അടുക്കളയൊന്നും പൂട്ടിയെടുത്തൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ എല്ലാവരും കൂടെ അവളുടെ തലയിൽ കയറി ഇത്രയും ആട്ടമാടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, എന്തിനാണോ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പൂഴ്ത്തുന്നത്, വേറെ പണിയില്ലേ, എടാ മിണ്ടാതിരിക്കടാ, ദേ നീയേ രേവതിയുടെ സ്വർണ്ണം എടുത്തോണ്ട് പോയി, നീ ജയിലിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്താണെന്നറിയാമോ, രേവതി ആയതുകൊണ്ടാ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ജയിലിൽ കൊണ്ടുപോയി നിന്നെ ഇട്ടേനെ.
എന്നിട്ട് അവനോ ന്യായീകരണം കൊണ്ട് വന്നേക്കുന്നു. എടാ ഇവളെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ലടാ. അത് പിന്നെ എൻ്റെ പൊന്ന് സച്ചി മിണ്ടാതിരുന്ന ശ്രുതി സ്വർണം വിറ്റ് ക്യാഷ് തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അതെ, നിന്റെ ഭാര്യ എന്തിയെ? നിന്റെ ഭാര്യ വരുമ്പം എനിക്കൊരു ഉപദേശം കൊടുക്കണമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, എന്തിന്? അത് എന്തിനാ നീ ഉപദേശം കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞു, ഓ നിന്റെ ഭാര്യയോട് പറയണം, അലമാരയിൽ കുറേ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചില്ലേ, അത് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കാണത്തില്ല, അലമാരയോടുകൂടി ചിലപ്പം നീ എടുത്തോണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ല, മറ്റുള്ളവരുടെ മുറി കയറി എടുക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് സ്വന്തം മുറിയിൽ നിന്ന് എടുക്കാൻ പറ്റൂല്ലോടാ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഇത് ചിരിക്കുകയും കൂടെ ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പോലെ ആയി പോയിട്ട് ശ്രുതിക്ക്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ രേവതി അടിച്ചു വാരിയപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും വരികയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും വന്ന ഉടനെ നമ്മുടെ വർഷ ചേച്ചി എന്ന് വിളിക്കുന്നു. അതല്ല, എന്താ ചേച്ചി കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെ എനിക്ക് വർഷയോട് മാത്രം കുറച്ച് കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്നോട് മാത്രമോ? അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പം വർഷ ചോദിച്ചു, അല്ല എന്താ ചേച്ചി എന്നോട് പറയാനുള്ളത്? ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പറയല്ലോ കേട്ടോ. എന്ത് കാര്യം? എൻ്റെ സ്വർണം വിറ്റ കാര്യവും സുധിയുടെ കാര്യവും ഒന്നും നീ വീട്ടിൽ പറയാൻ നിൽക്കണ്ട കേട്ടോ. അത് മറ്റുള്ളവരറിഞ്ഞാൽ അമ്മയ്ക്ക് അതിൻ്റെ വലിയ നാണക്കേടുണ്ടാവില്ലേ? മറ്റുള്ളവർക്ക് മുമ്പിൽ അമ്മ വെറും മോശക്കാരിയായി പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ നിൻ്റെ അച്ഛനോടും അമ്മയോടൊന്നും ഇവിടെ നടന്ന കാര്യം പറയരുത്. ഞാനും എൻ്റെ വീട്ടിലാരോടും പറയത്തില്ല ഈ കാര്യം, നീയും പറയരുത് കേട്ടോ രേവതി. അല്ല രേവതി എന്നല്ല, വർഷ എന്ന് പറഞ്ഞപ്പോൾ വർഷ ചോദിച്ചത് അത്ര വലിയ സീക്രട്ടും അല്ലാണോ? സീക്രട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല. ഇവിടെ ഇപ്പം മുതിർന്നവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ. നമ്മൾ വല്ലതും പ്രശ്നമില്ല, മുതിർന്നവർ തെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അത് നാണക്കേടാണ് മറ്റുള്ളവരറിയുന്നത്. അച്ഛന് അത് വലിയ വിഷമം ഉണ്ടാക്കും, അമ്മയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കും. ഓഹോ, അപ്പം കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടും പറയാം അല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. അതറിയാമല്ലോ. അതിൽ മുതിർന്നവരെ കുട്ടികളൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ രേവതി ചേച്ചിക്ക്. അതൊക്കെ ശരിയാ, എനിക്കറിയാം. പക്ഷെ ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അപമാനമല്ലേ? ഓ, ഇതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കണമായിരുന്നു ചേച്ചി, അതല്ലേ വേണ്ടത്? എൻ്റെ പൊന്ന് രേവതി ചേച്ചി എന്തായി പറയുന്നത്? ഞാൻ പറയും, എല്ലാവരോടും പറയും. അയ്യോ മോളെ, ദയവ് ചെയ്ത് ആരോടും ഇത് പറയരുത്. ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാൻ വില വെച്ചിരിക്കുന്നു, ആരോടും ഞാനിത് പറയത്തില്ല. ഇല്ലെങ്കിലേ ഞാൻ ഇവിടെ ഒരു കോളാമ്പി എടുത്തോണ്ട് വന്ന് എല്ലാവരോടും പറഞ്ഞേനെ. നാണം കെടേണ്ടവർ നാണം കെടുക തന്നെ ചെയ്യണം, എന്നാലേ സത്യം പറഞ്ഞാലേ പഠിക്കത്തുള്ളൂ. അതെ, ഞാൻ പൊക്കോട്ടെ, ശ്രീകാന്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാ ശരി, മോള് പൊക്കോ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷം അങ്ങ് പോയി കേട്ടോ. ഇതൊക്കെ ചന്ദ്ര കേട്ടോണ്ട് നിൽക്കുന്നതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ചന്ദ്ര കേട്ടോണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴെങ്കിലും രേവതിക്ക് കുറച്ച് വില കൊടുക്കണ്ടേ? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട്, പണക്കാരി പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് എന്താ വേണ്ടത്? അവള് രേവതിനേക്കാളും സൂക്കേടാ. അല്ല, രേവതി എന്തുകൊണ്ടായിരിക്കും എനിക്ക് വേണ്ടി സംസാരിച്ചത്? അവളുടെ മുന്നിൽ നല്ല കുട്ടിയാകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഇതത് തന്നെയാ. രേവതി പോലും വലിയ ശീലാവധി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഏതായാലും നല്ലത് ചെയ്താലും എന്ത് ചെയ്താലും രേവതിയുടെ മണ്ടയിലാ കുറ്റം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി ഷോറൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതി, എന്താ ശ്രുതി ഇങ്ങനെ, എന്താലോചിച്ച ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്? എന്താ പറ്റി ശ്രുതി, എന്താ പറ്റി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഞെട്ടിട്ടോ. ഞെട്ടിയപ്പോഴത്തേക്കും, എന്താ ശ്രുതി പറ്റിയത്? എന്നതാ ശ്രുതിക്ക് പറ്റിയത്? അതൊന്ന് പറ. അല്ല, കുറേ നേരം ആയാലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങി. ഡീലറെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അത് പിന്നെ കാണാം. എന്തു പറ്റി ആകെ ഡള്ളായിട്ടിരിക്കുന്നത്? എന്താ വിഷമമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുന്നത്? എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വിഷമത്തിലായത്? ഇതൊക്കെ മുന്നേ ആലോചിക്കണമായിരുന്നു. ഇപ്പം ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഇത്ര വഷളാവത്തില്ലായിരുന്നു. പറഞ്ഞുമില്ല. എനിക്ക് അറിയാം, നിനക്ക് എന്നോടുള്ള റെസ്പെക്റ്റ് പോവും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര റെസ്പെക്റ്റ് കിട്ടിയില്ല, നാണം കിട്ടില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ശ്രുതിയോട് പറഞ്ഞത് മുന്നിൽ നിന്നൊന്നും മറച്ചു വെക്കരുതേ എന്ന്. അത് പിന്നെ സോറി ശ്രുതി, ഞാൻ എല്ലാം നിന്നോട് പറയണമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്ക്. ഞാൻ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിൽക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും ശ്രുതിക്ക് ബുദ്ധി വൈകിയല്ലേ വരത്തുള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ വൈകി ബുദ്ധി വന്നിട്ട് കാര്യമില്ല. അല്ല ശ്രുതി, 5 ലക്ഷം രൂപ നീ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അത് നീ എങ്ങനെ കൊടുക്കും? അതെങ്ങനെയും കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ശ്രുതി അങ്കിളിൻ്റെ 50 ലക്ഷം രൂപ എടുത്തതിനെ കുറിച്ച് എപ്പോഴും കിടന്ന് പറയുന്നതല്ലേ. ഇനിയിപ്പം ഇതും കൂടെ കേൾക്കണ്ടേ? അത് പിന്നെ സോറി ശ്രുതി, ഞാൻ കാരണം നിൻ്റെയും കൂടെ സമാധാനം പോയില്ലേ. ആദ്യം
സുധീരി സോറി പറച്ചിലൊന്ന് നിർത്ത്. എങ്ങനെയും അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ആലോചിക്കുക. എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ സുധി? എനിക്ക് ആരെങ്കിലും പൈസ തരുമോ? അതെ, നീ ഒരു 2 ലക്ഷം രൂപയെങ്കിലും എനിക്ക് ഉണ്ടാക്കിത്താ, ബാക്കി ഞാൻ ഉണ്ടാക്കാം. കുറച്ച് പൈസയെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പം അവന്റെ വായടപ്പിക്കണ്ടേ? അതിന് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ശ്രുതി. അതെനിക്കറിയാലോ. ഞാനേ ആ മീരയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അവൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് തരുമായിരിക്കും. പിന്നെ പെട്ടെന്ന് ക്യാഷ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനെ അയച്ചു തന്നാന്ന് പറഞ്ഞാൽ മതി. ഓ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? അത് മതിയെന്നേ. ഞാൻ മീരേനെ പോയി കണ്ടിട്ട് വരാമെന്ന്. ഏതായാലും അവിടെ നമ്മുടെ ശ്രുതിക്ക് തന്നെ ഒരു ക്രെഡിറ്റും കിട്ടുമല്ലോ. അതും കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അയച്ചു തന്നാന്ന് പറഞ്ഞാൽ മതി. അച്ഛന് അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ. വേണമെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഒരുമിച്ച് നമ്മുടെ ശ്രുതി നേടിയെടുക്കും. അത്രയ്ക്ക് കഴിവുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ എന്തോ ബുക്കൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്ന ഈ ഒരു സമയത്ത് രവീന്ദ്രന് ഭയങ്കര ചുമ വരികയാണ് കേട്ടോ. ഭയങ്കര ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇന്ന് രവിയേട്ട വെള്ളം കുടിക്കുന്നു പറഞ്ഞ് വെള്ളം കൊണ്ട് വന്നപ്പോഴത്തേക്ക് എവിടെ നിന്ന് ചന്ദ്ര പറഞ്ഞ് രവീന്ദ്രൻ പറഞ്ഞ് വേണ്ടെന്ന്. അപ്പോഴത്തേക്ക് സച്ചി ഓടി വന്നിട്ട്, സച്ചി ഇതെന്താ അച്ഛന് പറ്റിയത്? അച്ഛൻ വെള്ളം കുടിക്കുക, അമ്മ വെള്ളം കൊണ്ട് തന്നില്ലേ? ഇതേ ഇവിടെ തന്ന വെള്ളം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അച്ഛൻ എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ആ വെള്ളം മേടിച്ചിട്ട് കുടിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി തന്നെ കൊടുത്തു. അപ്പോൾ രേവതി വന്നിട്ട് അയ്യോ എന്താ അച്ഛന് പറ്റിയത്, എന്താ സംഭവിച്ചത്, അച്ഛന് എന്താ അച്ഛൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് രേവതി ചോദിച്ചപ്പോൾ ഒന്നുമില്ല മോളെ, ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് ഒരു ചുമ കയറി വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു അച്ഛൻ്റെ ദേഷ്യത്തിന് മാറ്റമില്ലല്ലോ രേവതി, അമ്മയോട് ഇപ്പോഴും ദേഷ്യമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് ദേഷ്യം വന്ന് അങ്ങ് പോയി കേട്ടോ. കാരണം വെള്ളം മേടിച്ച് കുടിച്ചുമില്ലല്ലോ. അപ്പോൾ സച്ചി ചോദിച്ചു അല്ല എന്ത് ഇവിടെ നിന്ന് അമ്മേനെ കാണുന്നില്ലല്ലോ, അമ്മ എന്ത് ചെയ്യാച്ചാ? അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് നിന്റെ അമ്മേനെ ഞാൻ കണ്ടില്ല, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് അല്ല അമ്മേനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ അമ്മ എവിടെ പോയതാന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് അതെ എനിക്ക് അമ്മേനെ ഇപ്പം കാണണം എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചോണ്ട് വന്നിട്ട് ചന്ദ്രനെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് വലിയ പെർഫോമൻസ് അവിടെ നടത്തുകയാണ് ശ്രുതിയും കൂടെ ചേർന്ന്. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് പൈസ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ശ്രുതി എവിടെ നിന്നോ മേടിച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പെർഫോമൻസാണ് നമ്മുടെ ശ്രുതിയും കൂടെ നടത്തുന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞു അമ്മ ഇനി തലകുനിച്ച് നടക്കുമെന്ന് വേണ്ട, ദേ ഞാൻ ഇപ്പം പൈസ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എവിടെ നിന്നാണ് പൈസ കിട്ടിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു മിക്കവാറും സ്വർണ്ണമൊക്കെ എല്ലാ റൂമിലും ഉണ്ടോയെന്ന് നോക്ക്, ഏതെങ്കിലും എടുത്ത് വിറ്റതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ അച്ഛൻ എനിക്ക് പൈസ തരും, ഇത് എൻ്റെ അച്ഛൻ അയച്ചു തന്ന പൈസയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രവീന്ദ്രൻ പറഞ്ഞു അച്ഛൻ ജയിലല്ലേ, പിന്നെ എങ്ങനെയാ അച്ഛൻ പൈസ അയച്ച് തരുന്നത്? അപ്പോൾ സച്ചി പറഞ്ഞു ദേ ഇവളുടെ അച്ഛൻ ജയിലിനകത്താ ബാങ്ക് നടത്തുന്നത്, അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കോ അങ്ങനെയൊന്നും അല്ല, നീ ഒന്നും മിണ്ടാതിരിക്കും സച്ചി, എനിക്ക് പൈസ അയച്ചു തന്നത് ഇളയച്ചനാ, അച്ഛൻ പറഞ്ഞിട്ട് ഇളയച്ചനാ കുറച്ച് പൈസ അയച്ചു തന്നത്. പിന്നെ അതിനിപ്പം നിങ്ങൾക്ക് എന്താ, എൻ്റെ അച്ഛൻ ജയിലാന്ന് പറഞ്ഞേ എന്നെ നോക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ആണോ അയച്ചു തന്നോ? അയച്ചു തന്നേ, ഇനിയിപ്പോൾ പൈസ കണ്ടാലേ കണ്ണ് നിറയത്തുള്ളെങ്കിൽ ഇതേ ഇന്ന പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ പൈസയ്ക്ക് വേണ്ടിയല്ലേ എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറിയത്, ദേ നോക്കിക്കേ പൈസ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങൾ കൊണ്ടുപോയി തിന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത് പൈസ എടുത്താനല്ല അടിച്ചത്, സ്വർണത്തിന് വേണ്ടിയാണ് അടിച്ചത്, സ്വർണം കൊണ്ട് വിറ്റതിന്. അതെ 50 ലക്ഷം രൂപ കൊണ്ടുപോയി വിറ്റില്ലേ, അന്ന് നിന്നെ അടിച്ചോ ഞാൻ? ഇല്ലല്ലോ, എനിക്ക് അന്ന് വേണം നിന്നെ അടിക്കായിരുന്നു, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ എന്നും തല്ലുകൊള്ളൂടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടിയില്ല. അപ്പം ശ്രുതി പറഞ്ഞു മിണ്ടാതിരിക്കുക, പൈസ കിട്ടിയാൽ പോരെ, ഇന്ന പൈസ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ രവീന്ദ്രൻ്റെ മുമ്പിൽ ഇങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട, ദേ ഇത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമോ, ഇത് സച്ചിയുടെ രേവതിയുടെയും കൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, സച്ചിയുടെയും കയ്യിൽ രേവതിയുടെയും കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതെ ഇത് 2 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, എനിക്ക് 5 ലക്ഷം രൂപയാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ 2 ലക്ഷം രൂപ ഇപ്പം അച്ഛൻ അയച്ചു തന്നുള്ളൂ. നിന്റെ അച്ഛൻ വലിയ പണക്കാരനല്ലേ, ഇപ്പം 5 ലക്ഷം രൂപ അയച്ചു തരാൻ പറ, 2 ലക്ഷം രൂപ പോരെ എനിക്ക്. അത് ഇപ്പം എൻ്റെ അച്ഛൻ 2 ലക്ഷം അയച്ചു തന്നത്, എനിക്കങ്ങനെ അച്ഛനോട് ഒരുമിച്ച് പൈസ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഇത് മേടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും പൈസ തന്നെയാണ്, ഇത് ഞങ്ങളുടെ പൈസ തന്നെയാണ്, നീ ആര് മേടിച്ചോ, നിനക്ക് എവിടെ നിന്ന് മേടിച്ചോ, നിനക്ക് ആര് തന്നൊന്നും എനിക്കറിയണ്ട, ഇതെൻ്റെ രേവതിയുടെ സ്വർണം തിരിച്ച് എനിക്ക് എടുത്തു കൊടുക്കണം നല്ല മേടിച്ചു കൊടുക്കണം, അതിനുള്ള പൈസയാണ് എന്നും പറഞ്ഞ് ആ പൈസ ഇങ്ങനെ മേടിച്ചിട്ട് ഒറിജിനൽ നോട്ട് തന്നെ അല്ലേ, കള്ളനോട്ടൊന്നും അല്ലല്ലോ, നീ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത് ഇപ്പം നിന്റെ പ്രശ്നം തീർന്നില്ലേ, എന്തിനാ ഇനിയും നീ എൻ്റെ മെക്കിട്ട് കയറുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മെക്കിട്ട് കയറുന്നത്? പിന്നെ ഇതുപോലെ തെറ്റ് ചെയ്താൽ ഇനിയും ഞാൻ ഇതുപോലെ ഓരോന്ന് പറയും, അടിക്കും,
അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കുറച്ച് ക്യാഷ് വന്നില്ലേ, നീ കൂടുതൽ എന്തിനാ സംസാരിക്കുന്നത്, മതി നിർത്ത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോടി, ശ്രുതി നിന്നെ പോലെയല്ല, അന്തസ്സും അഭിമാനമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നിമിഷ നേരം കൊണ്ടാ 2 ലക്ഷം രൂപ ഒപ്പിച്ചത്. ദേ ശ്രുതി വിചാരിച്ച മൊത്തം കാശ് ഇപ്പൊ തരാൻ പറ്റും, അത് നീ മനസ്സിലാക്കിക്കോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, എന്നാ പിന്നെ ഇപ്പൊ തന്നെ മേടിച്ചു തരാൻ പറ. അധികം വൈകാതെ തന്നെ ബാക്കി കാശ് അവള് തന്നോളൂടെ, നിനക്ക് മേടിച്ച് തന്നോളും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ ശ്രുതി, ഇവളും ഇവനെ പ്രസവിച്ച അവളും കൂടെ ചെയ്ത തെറ്റിന് നീ അനുഭവിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം ശ്രുതി, ഇനിയെങ്കിലും സൂക്ഷിച്ചു നിന്നോ. ചിലരോട് വായടച്ച് നിൽക്കാൻ പറ, അതായിരിക്കും നല്ലത്. ഇവളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നതിന് എനിക്ക് അരോചകരമാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയാന്. നമ്മുടെ ചന്ദ്രനെ നോക്കിയാട്ടോ പറയുന്നത്. ഏതായാലും ചന്ദ്രയ്ക്ക് രവീന്ദ്രൻ്റെ ഒരു തെല്ല് പോലും ദേഷ്യക്കുറവില്ല ചന്ദ്രയോട്. അതുപോലെ ചന്ദ്രയോട് ദേഷ്യമുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഹേർട്ടാകുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വയസ്സാകാലത്ത് എവിടെയാ വീഴുന്നതെന്നും പോലും അറിയത്തില്ല, ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു. മാറ് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനകത്തേക്ക് കയറി പോവുക. ചന്ദ്രയുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ചന്ദ്ര അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി ക്യാഷ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. ഒരു പെരുങ്കള്ളനും കഞ്ഞി വെക്കുന്ന ഒരു തള്ളയുള്ള വീടാ, അതുകൊണ്ട് മറക്കണ്ട, ക്യാഷ് കൊണ്ട് സൂക്ഷിച്ചു വെക്കുക എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ദേ മോളെ ശ്രുതി, നീ അച്ഛനോട് പറഞ്ഞ് ബാക്കി ക്യാഷും കൂടി എത്രയും പെട്ടെന്ന് മേടിക്കുക, എങ്കിലേ നമുക്ക് ഇവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞു, 2 ലക്ഷം രൂപ പോയി കിട്ടി. അതെ, സ്വർണ്ണം എടുത്ത് വിൽക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, എന്നിട്ട് 2 ലക്ഷം പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയിട്ടോ, ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് സച്ചിയല്ല, ഇവർ രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളാട്ടോ പിന്നെ സംസാരിക്കുന്നത്. നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും വഴക്കുണ്ടാക്കിയിരിക്കുന്നതൊക്കെ. എന്നിട്ട് രവീന്ദ്രൻ്റെ കാര്യം പറയാം, അച്ഛന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോട് മിണ്ടാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് രേവതി, പുറമേ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, എന്തോ ദേഷ്യം വന്ന് മസിൽ പിടിച്ച് നടക്കുന്നതാ. എന്ത് ചെയ്യാനാ, ഇതൊക്കെ പോട്ടെ. കിട്ടില്ല എന്ന് പറയുന്ന ക്യാഷ് നമുക്ക് കിട്ടി, 2 ലക്ഷം രൂപ. ആ ഓട്ടക്കാരൻ അത് തന്നിട്ട് അതുപോലെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല സച്ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ക്യാഷ് കയ്യിൽ വെച്ചിട്ട് ഒന്നും തീരുമാനിക്കാതെ നിന്ന് എന്ത് ചെയ്യും? അതെ, എനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ട് രേവതി. എന്ത് പ്ലാനാണ് ഉള്ളത്? അതെ, നിനക്കേ ആ ക്യാഷ് കൊണ്ട് കുറച്ച് സ്വർണം മേടിച്ച് തരണം. സ്വർണമോ? എനിക്കെന്തിനാ സച്ചേട്ടാ സ്വർണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വേണം, സ്വർണം തന്നെ മേടിക്കണം. നാളെ തന്നെ പോയി മേടിക്കണം, അതാ വേണ്ടത്. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. എൻ്റെ പൊന്ന് സച്ചേട്ടാ, അതൊന്നും വേണ്ട, ഇപ്പം സ്വർണ്ണം അല്ല നമ്മുടെ ആവശ്യം. ആ സച്ചേട്ടൻ അറിയാമല്ലോ, നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആവശ്യം. സെക്കൻഡ് ഹാൻഡ് കാറോ? എന്നിട്ടേ അത് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാൻ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചിട്ട്. ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം സച്ചേട്ടാ, ചിന്തിക്കണം. നമുക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ജീവിതം മതിയോ? ഒരു മുറിയൊക്കെ നമുക്ക് മേളിൽ കെട്ടട്ടെ, നമ്മുടെ സ്വപ്നമല്ലേ അത്. അതൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിലേ അതിന് സ്വർണ്ണം വാങ്ങിയിട്ട് അലമാര വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വണ്ടി തന്നെ മേടിക്കണം, അത് ഉറപ്പുള്ള കാര്യമാണ്. പ്ലീസ് നമുക്കൊരു വണ്ടി മേടിക്കാം, പ്ലീസ് സച്ചേട്ടാ. ഞാൻ പറയുന്നത് കേക്ക്, ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പൈസ എടുക്കുന്നു, കൊണ്ടുപോയി സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുന്നു. ഈ പൈസ കിട്ടിയത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്ക്. നമ്മൾ കണ്ണടച്ച് ഇരുന്നാലേ ഇനി പറ്റിയെന്ന് വരത്തൊന്നുമില്ല. നമുക്കിപ്പം വേണ്ടത് എക്സ്ട്രാ ഒരു വണ്ടിയും കൂടി. നമുക്ക് സ്ഥിര വരുമാനമാണ് വേണ്ടത്, വരുമാനം നമുക്ക് കൂട്ടി കിട്ടുക ചെയ്യേണ്ടത്. ഏതായാലും നിന്റെ ആഗ്രഹമല്ലേ, എന്നാൽ പിന്നെ അതുപോലെ തന്നെ നടക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒറ്റ വിഷമമേ ഉള്ളൂ, അത് വേറൊന്നുമല്ല. അത് അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല. അത് അച്ഛൻ ഇപ്പം പിണങ്ങി മാറിയൊക്കെ കിടക്കും സച്ചേട്ടാ. അതിനു മുമ്പ് നമുക്ക് ഒന്ന് സംസാരിച്ചാലോ? പോയി ആ പിണക്ക് നമുക്കൊന്ന് മാറ്റാന്നേ. ഇല്ലെങ്കിലേ ആ വിടവിൻ്റെ ആഴ് കൂടി വരും. അതുകൊണ്ട് വാ, നമുക്ക് പോയി ഒന്ന് സംസാരിക്കാമെന്ന് പറയാട്ടോ. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി പെട്ടെന്ന് വരാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ട് പോകണം. ബൈ ബൈ.